ഹായ് ഫ്രണ്ട്സ്, റേഷ്യോ എന്ന ടോപ്പിക്കിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കണക്കാണ് കോയിൻസ് പ്രോബ്ലം. ഓക്കെ, നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: എ പേഴ്സ് കണ്ടെയ്ൻസ് 1 rupee 50 paise ആൻഡ് 25 paise coins in the ratio 7:8:9. If the total money in the purse is 1325, the number of 50 paise coins in the purse will be. ചോദ്യം പറഞ്ഞിരിക്കുന്നു, ഒരു പേഴ്സിൽ 1 രൂപ 50 പൈസ 25 പൈസ നാണയങ്ങൾ 7:8:9 എന്ന അംശബന്ധത്തിലാണ്. ആ പേഴ്സിൽ ആകെ 1325 രൂപ ഉണ്ടെങ്കിൽ അതിലെ 50 പൈസ കോയിൻസുകളുടെ എണ്ണം എത്രയാണ്? ഓക്കെ, അപ്പോൾ ഇത്തരം ചോദ്യം നമുക്ക് ചെയ്യാൻ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിൽ 1 രൂപയുണ്ട്, 50 പൈസയുണ്ട്, 25 പൈസയുണ്ട്. അവയുടെ എണ്ണങ്ങളുടെ റേഷ്യോ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അതായത് 1 രൂപ 7 എണ്ണം. നമുക്ക് ഇങ്ങനെ വായിക്കാം: 1 രൂപ 7 എണ്ണം, 50 പൈസ 8 എണ്ണം, 25 പൈസ 9 എണ്ണം. നമുക്ക് അങ്ങനെ വായിക്കാം. അപ്പോൾ നോക്കൂ, നമുക്കറിയാം 1 രൂപ 7 എണ്ണം ഉണ്ടെങ്കിൽ എത്ര രൂപ കാണും? 7 രൂപയുണ്ടായിരിക്കും പ്ലസ്. ഓക്കെ, പിന്നെ പറഞ്ഞിരിക്കുന്നു 50 പൈസ 8 എണ്ണം. നമുക്കറിയാം 50 പൈസ 2 എണ്ണം ഉണ്ടെങ്കിൽ 1 രൂപ അല്ലേ? 50 പൈസ 4 എണ്ണം ഉണ്ടെങ്കിൽ 2 രൂപ. അപ്പോൾ 50 പൈസ 8 എണ്ണം ഉണ്ടെങ്കിൽ എത്ര രൂപ കാണും? 4 രൂപ അല്ലേ? 4 രൂപ പ്ലസ് 25 പൈസ 9 എണ്ണം ഉണ്ടെങ്കിൽ എത്ര രൂപ കാണും? നമുക്കറിയാം 4 25 പൈസ 1 രൂപയാണ്, 8 25 പൈസ 2 രൂപയാണ്. അപ്പോൾ 9 25 പൈസ എന്ന് പറയുന്നത് 2 രൂപ 25 പൈസ. 2 രൂപ 25 പൈസ. നമുക്ക് പൈസയെ പോയിന്റ് കൊണ്ട് സൂചിപ്പിക്കാം, 2.25. ഓക്കെ, അപ്പോൾ ഒരിക്കൽ കൂടി പറയുന്നു, 1 രൂപ 7 എണ്ണം ഉണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ ആകെ 7 രൂപ കാണും. 50 പൈസ 8 എണ്ണം ഉണ്ടെങ്കിൽ ആകെ 4 രൂപയുണ്ടായിരിക്കും. 25 പൈസ 9 എണ്ണം ഉണ്ടെങ്കിൽ ആകെ 2 രൂപ 25 പൈസ കാണും. ഇവിടെ ഇതെല്ലാം കൂടി കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ 7 4 11, 11 2 13, 13 രൂപ 25 പൈസ എന്ന് കിട്ടും. ഇത് നമ്മൾ എങ്ങനെയാണ് വായിക്കേണ്ടത്? 13 രൂപ 25 പൈസയിൽ 1 രൂപ 7 എണ്ണം ഉണ്ട്. 13 രൂപ 25 പൈസയിൽ 50 പൈസ 8 എണ്ണം ഉണ്ട്. 13 രൂപ 25 പൈസയിൽ 25 പൈസ 9 എണ്ണം ഉണ്ട്. എങ്ങനെ വായിക്കണം? ഇനി നോക്കൂ, ഇനി നമുക്ക് കാണേണ്ടത്, ശ്രദ്ധിക്കാം, കാണേണ്ടത് 1 രൂപ നാണയം. ആദ്യം നമുക്ക് തന്നിരിക്കുന്ന കാര്യം ഒന്ന് എഴുതി വെക്കാം. നമ്മളോട് ചോദിച്ചത് 50 പൈസ നാണയങ്ങളുടെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. 50 പൈസ നാണയങ്ങളുടെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാവുന്ന ഒരു കാര്യം, 13 രൂപ 25 പൈസയിൽ 50 പൈസ നാണയങ്ങൾ 8 എണ്ണം ഉണ്ട് എന്ന കാര്യം നമുക്കറിയാം. അതാദ്യം എഴുതി വെക്കാം. നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, 13 രൂപ 25 പൈസയിൽ 50 പൈസ 8 എണ്ണം ഉണ്ട്. ശരിയല്ലേ? അപ്പോൾ 50 പൈസ നാണയങ്ങളുടെ എണ്ണമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, 13 രൂപ 25 പൈസയിൽ 50 പൈസ 8 എണ്ണം ഉണ്ട്. അത് നമ്മൾ എഴുതി വെച്ചു. ഇനി ചോദിച്ചിരിക്കുന്നത് 1325 രൂപയിൽ എത്ര 50 പൈസ നാണയങ്ങൾ ഉണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ആ നമ്പറിനെ കൊണ്ട് ഇവിടെ ഗുണിച്ചാൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ 1325 രൂപയിൽ എത്ര 50 പൈസ നാണയങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ 1325 കൊണ്ട് ഗുണിച്ചാൽ മാത്രം മതി. ഇത് വെട്ടിച്ചെറുതാക്കിയാൽ നമ്മുടെ ഫൈനൽ ആൻസർ ആയി. ശ്രദ്ധിക്കുക, ഈ കണക്കിൽ ഒരു പോയിന്റ് വന്നിട്ടുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. പോയിന്റ് ഉണ്ടെങ്കിൽ ആ പോയിന്റ് നമ്മൾ ഒഴിവാക്കണം. എങ്ങനെയാണ് പോയിന്റ് ഒഴിവാക്കേണ്ടത്? എവിടെയാണോ പോയിന്റ് ഇല്ലാത്തത് അവിടെ 0 കൊടുത്താൽ മതി. ഇവിടെ പോയിന്റ് ഉള്ളത് താഴെയാണ്, അപ്പോൾ പോയിന്റ് ഇല്ലാത്തത് മുകളിലാണ്. ഇവിടെ പോയിന്റിന് ശേഷം 2 നമ്പർ ഉണ്ട് അല്ലേ? അതുകൊണ്ട് മുകളിൽ 2 0 കൊടുത്തു കഴിഞ്ഞാൽ, ഈ പോയിന്റ് നമുക്ക് ഒഴിവായി കിട്ടും. അപ്പോൾ പോയിന്റ് ഇല്ലാത്ത സ്ഥാനത്ത് 0 കൊടുത്താൽ മതി. എത്ര 0 കൊടുക്കണം എന്നത്, പോയിന്റിന് ശേഷം എത്ര സംഖ്യകളുണ്ടോ അത്രയും 0 മുകളിൽ കൊടുക്കേണ്ടത്. ഇനി നമുക്ക് വെട്ടിച്ചെറുതാക്കാം. താഴെ 1325, മുകളിൽ 1325, ഈ മുകളിലുള്ള 1325, താഴെയുള്ള 1325 വെട്ടിക്കഴിഞ്ഞാൽ ആൻസർ കിട്ടി 800. ഓക്കെ, അപ്പോൾ 1325 രൂപയിൽ എത്ര
50 പൈസ നാണയങ്ങളുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടി 800 കോയിൻസ് ഉണ്ട്. ഇത് നാണയങ്ങളുടെ എണ്ണമാണ് കിട്ടിയിരിക്കുന്നത്. 800 50 പൈസ നാണയങ്ങളുണ്ട്. അങ്ങനെയാണെങ്കിൽ 50 പൈസ നാണയങ്ങൾ മാത്രം എത്ര രൂപയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ പറയേണ്ടി വരും? അതെ, 400 രൂപ എന്ന് പറയേണ്ടി വരും അല്ലേ? ഓക്കെ, അതായത് 800 എണ്ണമാണ്, 50 പൈസ നാണയങ്ങളുടെ എണ്ണമാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അത് 800 ആണ്. എന്നാൽ 50 പൈസകൾ ആകെ എത്ര രൂപയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിത് എത്ര ആൻസർ കിട്ടും? 400 രൂപ എന്ന ആൻസർ കിട്ടും. ഓക്കെ, മറ്റൊരു ചോദ്യത്തിലേക്ക് കിടക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ. In a bag, there are coins of 25 paise, 10 paise, 5 paise in the ratio of 1:2:3. If there are rupees 30 in all, how many 5 paise coins are there? ഒരു ബാഗിൽ 25 പൈസ, 10 പൈസ, 5 പൈസ നാണയങ്ങൾ 1:2:3 എന്ന അംശബന്ധത്തിലാണ് എങ്കിൽ 30 രൂപയുണ്ടെങ്കിൽ എത്ര 5 പൈസ നാണയങ്ങൾ ഉണ്ടാകും? അപ്പോൾ ചോദ്യം വന്നിരിക്കുന്നു. ഇവിടെ നമ്മൾ ഇത് വായിക്കേണ്ടത് 25 പൈസ, 10 പൈസ, 5 പൈസ നാണയങ്ങൾ 1:2:3 എന്ന അംശബന്ധത്തിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് വായിക്കേണ്ടത് 25 പൈസ നാണയങ്ങൾ ഒരെണ്ണം, 10 പൈസ നാണയങ്ങൾ 2 എണ്ണം, 5 പൈസ നാണയങ്ങൾ 3 എണ്ണം. ഇങ്ങനെ നമ്മൾ വായിക്കുന്നു. നമുക്കറിയാം 25 പൈസ നാണയം ഒരെണ്ണമാണെങ്കിൽ നമുക്ക് എത്ര പൈസ കാണും? 25 പൈസ. പൈസയെ നമുക്ക് പോയിന്റ് കൊണ്ട് സൂചിപ്പിക്കാം. ഓക്കെ, പ്ലസ് ഇവിടെ 10 പൈസ നാണയങ്ങൾ 2 എണ്ണം, 10 പൈസ 2 എണ്ണം ഉണ്ടെങ്കിൽ ആകെ എത്ര പൈസ ഉണ്ടാകും? 20 പൈസ. പൈസയെ പോയിന്റ് കൊണ്ട് സൂചിപ്പിക്കാം. പ്ലസ് 5 പൈസ 3 എണ്ണം, 5 പൈസ 3 എണ്ണം ഉണ്ടെങ്കിൽ എത്ര പൈസ കാണും? 15 പൈസ. പൈസയെ പോയിന്റ് കൊണ്ട് സൂചിപ്പിക്കാം. ആകെ എത്ര രൂപയുണ്ട്? 20 20 40 40 10 50 50 5 + 5 10 അല്ലെ, 60 പൈസ എന്ന് കിട്ടും. അപ്പൊ ടോട്ടൽ എത്ര പൈസ ഉണ്ട്? 60 പൈസയുണ്ട്. ഇനി നമ്മൾ ഇത് വായിക്കേണ്ടത് 60 പൈസയിൽ 25 പൈസ ഒരെണ്ണം, 60 പൈസയിൽ 10 പൈസ 2 എണ്ണം, 60 പൈസയിൽ 5 പൈസ 3 എണ്ണം. നമ്മോട് ചോദിച്ചിരിക്കുന്നത് 5 പൈസ നാണയങ്ങളുടെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. 5 പൈസ നാണയങ്ങളുടെ എണ്ണം ആണ് കാണേണ്ടത്. നമുക്കറിയാവുന്ന ഒരു കാര്യം, 60 പൈസയിൽ 5 പൈസ 3 എണ്ണം ഉണ്ട്. അത് നമ്മൾ എഴുതി വെക്കണം. 60 പൈസയിൽ 5 പൈസ എത്ര ഉണ്ട്? 3 എണ്ണം ഉണ്ട്. ഈ ഒരു കാര്യം നമുക്ക് എഴുതി വെക്കാം. ഇനി നമ്മോട് ചോദിച്ചിരിക്കുന്നതാണ് ഇഫ് ദർ ആർ rupees 30 in all, ആകെ 30 രൂപയുണ്ടെങ്കിൽ 5 പൈസ നാണയങ്ങളുടെ എണ്ണം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 30 രൂപയിൽ എത്ര 5 പൈസ നാണയങ്ങളുണ്ട് എന്ന് കാണാൻ ഇവിടെ ഇതിനെ 30 കൊണ്ട് ഗുണിച്ചാൽ മാത്രം മതി. ഇത് വെട്ടിച്ചെറുതാക്കിയാൽ നമ്മുടെ ഫൈനൽ ആൻസർ ആയി. ഈ ചോദ്യത്തിൽ ഒരു പോയിന്റ് ഉണ്ട്. ആദ്യം നമ്മൾ ആ പോയിന്റിനെ ഒഴിവാക്കണം. എങ്ങനെയാണ് പോയിന്റിന് ഒഴിവാക്കേണ്ടത്? എവിടെയാണോ പോയിന്റ് ഇല്ലാത്തത് അവിടെ 0 കൊടുത്താൽ മതി. എത്ര 0 കൊടുക്കണം? ദശാംശ സ്ഥാനം എത്രയുണ്ടോ അത്രയും 0ങ്ങളാണ് കൊടുക്കേണ്ടത്. ഇവിടെ താഴെയാണ് പോയിന്റ് ഉള്ളത്, അതുകൊണ്ട് 0 കൊടുക്കേണ്ടത് പോയിന്റ് ഇല്ലാത്ത മുകൾ ഭാഗത്താണ്. ഇവിടെ പോയിന്റിന് ശേഷം 1 2 നമ്പർ ഉണ്ട്, അതുകൊണ്ട് മുകളിൽ 2 0 കൊടുക്കുമ്പോൾ ഈ പോയിന്റ് ഇല്ലാതായിട്ട് മാറുന്നു. ഇനി നമുക്കിത് വെട്ടിക്കളയാം. 30ഉം 60ഉം വെട്ടാം. നമുക്കറിയാം 30ന്റെ ഇരട്ടിയാണ് 60, അതുകൊണ്ട് 30ഉം 60ഉം വെട്ടി. ഓക്കെ, 30നോട് ഏത് നമ്പർ ഗുണിക്കുമ്പോഴാണ് 60 കിട്ടുന്നത്? 2 30 60 അല്ലേ? അപ്പൊ വലിയ സംഖ്യയുടെ സ്ഥാനമായ 20ന്റെ സ്ഥാനത്ത് 2 എന്ന് എഴുതി. അപ്പൊ ആൻസർ 300/2. 300ന്റെ പകുതി 150. ആൻസർ 150. ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ കിട്ടുന്നത് ആ പൈസയുടെ എണ്ണമാണ്. ഇവിടെ 5 പൈസ നാണയങ്ങളുടെ എണ്ണമാണ് 150 എണ്ണം. എത്ര രൂപയിൽ? 30 രൂപയിൽ. ഈ ഒരു റേഷ്യോയിലാണ് എങ്കിൽ 30 രൂപയിൽ 5 പൈസ നാണയങ്ങളുടെ എണ്ണം 150 എണ്ണം എന്ന് കിട്ടും. ഓക്കെ, നമുക്ക് മറ്റൊരു ചോദ്യം പരിചയപ്പെടാം. A purse contains coins of 2 rupees, 1 rupee, 50 paise and 25 paise in the ratio 1:2:4:8. If the total amount is rupees 600, then the number of 25 paise coins exceeding those of 50 paise coins is.
അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു പേഴ്സിൽ 2 രൂപ 1 രൂപ 50 പൈസ 25 പൈസ നാണയങ്ങൾ 1:2:4:8 എന്ന അംശബന്ധത്തിലാണ്. പിന്നെ പറഞ്ഞിരിക്കുന്നു ആ പേഴ്സിൽ 600 രൂപയുണ്ടെങ്കിൽ, ആ പേഴ്സിൽ ആകെ 600 രൂപയുണ്ടെങ്കിൽ 25 പൈസ നാണയങ്ങൾ 50 പൈസ നാണയങ്ങളെക്കാൾ എത്ര എണ്ണം കൂടുതലാണ്? ഇതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്കൊന്ന് ചോദ്യം വായിക്കാം. ഇതിൻ്റെ മീനിങ് എന്താണ്? ഇവിടെ പറഞ്ഞിരിക്കുന്നു ഒരു പേഴ്സിൽ 2 രൂപ 1 രൂപ 50 പൈസ 25 പൈസ നാണയങ്ങൾ 1:2:4:8 എന്ന അംശബന്ധത്തിലാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ വായിക്കേണ്ടത്. ആ പേഴ്സിൽ 2 രൂപ ഒരെണ്ണം ഉണ്ട്, 1 രൂപ 2 എണ്ണം ഉണ്ട്. അവയുടെ എണ്ണങ്ങളുടെ റേഷ്യോ ആണ് തന്നിരിക്കുന്നത്. 50 പൈസ 4 എണ്ണം, 25 പൈസ 8 എണ്ണം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇവിടെ 2 രൂപ ഒരെണ്ണം ഉണ്ട് എന്ന് പറഞ്ഞാൽ എത്ര രൂപ ഉണ്ടാകും? 2 രൂപയുടെ 2 രൂപ നാണയം ഒരെണ്ണം ഉണ്ടെങ്കിൽ 2 രൂപ പ്ലസ് 1 രൂപ 2 എണ്ണം ഉണ്ടെങ്കിൽ 2 രൂപ പ്ലസ് 50 പൈസ 4 എണ്ണം ഉണ്ടെങ്കിൽ 2 രൂപ പ്ലസ് 25 പൈസ 8 എണ്ണം ഉണ്ടെങ്കിൽ 2 രൂപ. ശരിയല്ലേ? 25 പൈസ 4 എണ്ണം 1 രൂപ, 25 പൈസ 8 എണ്ണം വരുമ്പോൾ 2 രൂപ. അപ്പോൾ ആകെ എത്ര ഉണ്ട്? 2, 4, 6, 8, ആകെ 8 രൂപ. അപ്പോൾ നമ്മളിത് വായിക്കേണ്ടത് 8 രൂപയിൽ 2 രൂപ ഒരെണ്ണം. 8 രൂപ എടുക്കുമ്പോൾ അതിൽ 1 രൂപ 2 എണ്ണം ഉണ്ടാകും. 8 രൂപയിൽ 50 പൈസ 4 എണ്ണം, 8 രൂപയിൽ 25 പൈസ 8 എണ്ണം. ഇതാണ് അതിൻ്റെ മീനിങ്. ഇനി ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നു if the total amount is ₹600, ആകെ ആ പേഴ്സിൽ ആകെ 600 രൂപയുണ്ടെങ്കിൽ 25 പൈസ 50 പൈസ നാണയങ്ങളെക്കാൾ എത്ര കൂടുതലാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എക്സീഡ് ആണ് കാണേണ്ടത്, എത്ര കൂടുതലുണ്ട് എന്നാണ് കാണേണ്ടത്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കാം, നമുക്കറിയാം 25 പൈസ 50 പൈസയേക്കാൾ എത്ര കൂടുതലുണ്ട്? 25 പൈസ 8 എണ്ണം ഉണ്ട്, 50 പൈസ 4 എണ്ണം ഉണ്ട് അല്ലേ? അപ്പോൾ ഇതിനേക്കാളും എത്ര കൂടുതൽ? 50 പൈസ നാണയങ്ങളെക്കാൾ എത്ര കൂടുതലുണ്ട്? 25 പൈസ 4 എണ്ണം കൂടുതലുണ്ട്. ഏത് രൂപയിൽ? നമുക്കറിയാം 8 രൂപയിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ 25 പൈസ 50 പൈസയേക്കാൾ 4 എണ്ണം കൂടുതലുണ്ട്. ശരിയല്ലേ? 8 രൂപയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 25 പൈസ നാണയങ്ങൾ 50 പൈസയേക്കാൾ 4 എണ്ണം കൂടുതൽ. എന്തുകൊണ്ടാണ്? നമ്മൾ പറഞ്ഞു 8 രൂപയിൽ 50 പൈസ 4 എണ്ണം, 8 രൂപയിൽ 25 പൈസ 8 എണ്ണം എന്ന് പറഞ്ഞാൽ 8 രൂപയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 25 പൈസ നാണയങ്ങൾ 50 പൈസ നാണയങ്ങളെക്കാൾ 4 എണ്ണം കൂടുതലുണ്ട്. അത് നമ്മൾ എഴുതി. എന്നാൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആകെ 600 രൂപയുണ്ടെങ്കിൽ 25 പൈസ നാണയങ്ങൾ 50 പൈസ നാണയങ്ങളെക്കാൾ എത്ര കൂടുതലുണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ നമ്പർ കൊണ്ട് ഇവിടെ ഗുണിച്ചാൽ മാത്രം മതി. 600 രൂപയിലാണ് ചോദിച്ചത്, അതുകൊണ്ട് ഇവിടെ 600 കൊണ്ട് ഗുണിക്കാം. ക്ലിയർ? ഓക്കെ, ഇത് വെട്ടി ചെറുതാക്കി നമ്മുടെ ഫൈനൽ ആൻസർ ആയി. നമുക്കറിയാം 4ന്റെ ഗുണിതമാണ് 8, 4ഉം 8ഉം വെട്ടാം അല്ലെ? 4നോട് ഏത് സംഖ്യ ഗുണിച്ചാലാണ് 8 കിട്ടുന്നത്? 4 ഗുണിക്കണ 2. ആ 2 എവിടെ എഴുതണം? വലിയ സംഖ്യയുടെ സ്ഥാനത്ത്. താഴെയാണ് വലിയ സംഖ്യ, അവിടെ 2 എഴുതി. ഓക്കെ, ഇപ്പോൾ കിട്ടി 600/2. 600/2 പറഞ്ഞാൽ 600ന്റെ പകുതി, 600ന്റെ പകുതി 300. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 300 എണ്ണം. ഓക്കെ, അപ്പോൾ 25 പൈസ നാണയങ്ങൾ 50 പൈസയേക്കാൾ 300 എണ്ണം കൂടുതലാണ് എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഒരു ചോദ്യം കൂടി പരിചയപ്പെടാം. എ മാൻ ഹാസ് ഈക്വൽ നമ്പർ ഓഫ് 1 rupee, 5 rupee and 10 rupee നോട്ട്സ് വിത്ത് ഹിം. ഇഫ് ഹി ഹാസ് rupees 480 വിത്ത് ഹിം, ദി നമ്പർ ഓഫ് 1 rupee നോട്ട് ഈസ്. ഒരാളുടെ കൈവശം തുല്യ എണ്ണം 1 രൂപ, 5 രൂപ, 10 രൂപ നോട്ടുകൾ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ആകെ 480 രൂപയുണ്ടെങ്കിൽ 1 രൂപ നോട്ടുകളുടെ എണ്ണം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരാളുടെ കയ്യിൽ തുല്യ എണ്ണമാണ് ഉള്ളത്. തുല്യം എണ്ണം എന്ന് പറഞ്ഞാൽ 1:1:1 ആണ് അവയുടെ എണ്ണങ്ങളായിട്ട് എടുക്കേണ്ടത്. അപ്പോൾ തുല്യ എണ്ണങ്ങളാണെങ്കിൽ ആ നാണയങ്ങളുടെ ഇവിടെ രൂപയുടെ എണ്ണം തുല്യമാണെങ്കിൽ നമുക്ക് എന്തെടുക്കാം? 1:1:1. നേരത്തെ ഓരോ നമ്പേഴ്സ് തന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇവിടെ തുല്യ എണ്ണമായത് കൊണ്ടാണ് ഇവിടെ എണ്ണങ്ങളുടെ റേഷ്യോ 1:1:1 എന്നെടുത്തത്.
ഓക്കെ, അപ്പോൾ നമ്മളിത് എങ്ങനെ വായിക്കണം? 1 രൂപ നാണയം ഒരെണ്ണമുണ്ട്, 1 രൂപയുടെ നോട്ട് ഒരെണ്ണമുണ്ട്, 5 രൂപ നോട്ട് ഒരെണ്ണമുണ്ട്, 10 രൂപയുടെ നോട്ട് ഒരെണ്ണമുണ്ട്. അപ്പോൾ നോക്കാം, 1 രൂപയുടെ നോട്ട് ഒരെണ്ണമുണ്ടെങ്കിൽ 1 രൂപ പ്ലസ് 5 രൂപയുടെ നോട്ട് ഒരെണ്ണമുണ്ടെങ്കിൽ 5 രൂപ പ്ലസ് 10 രൂപ നോട്ട് ഒരെണ്ണം ഉണ്ടെങ്കിൽ 10 രൂപ. ആകെ എത്രയായി? 16 അല്ലേ? ടോട്ടൽ 16 രൂപ. അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് വായിക്കേണ്ടത്? 16 രൂപ എടുത്തു നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള 16 രൂപയിൽ 1 രൂപ ഒരെണ്ണം, 16 രൂപയിൽ 5 രൂപ ഒരെണ്ണം, 16 രൂപയിൽ 10 രൂപ ഒരെണ്ണം എന്നാണ് ഇത് വായിക്കേണ്ടത്. ഇത് നമ്മോട് ചോദിച്ചിരിക്കുന്ന ഇതാണ്, ദി നമ്പർ ഓഫ് 1 rupee നോട്ട് ഈസ്. 1 രൂപ നോട്ടുകളുടെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. 1 രൂപയുടെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാവുന്ന കാര്യം എഴുതി വെക്കാം. 1 രൂപ എന്ന് പറയുന്നത് 16 രൂപയിൽ 1 രൂപ എത്ര ഉണ്ട്? ഒരെണ്ണം. അതാദ്യം നമ്മൾ എഴുതി വെക്കണം. അതായത് 16 രൂപയിൽ 1 രൂപ ഒരെണ്ണം ഉണ്ട് എന്ന് എഴുതി വെക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടത്, എത്ര രൂപയിലാണോ കാണേണ്ടത് ആ നമ്പർ കൊണ്ട് ഇവിടെ ഗുണിച്ചാൽ മതി. ഇവിടെ പറഞ്ഞിരിക്കുന്നത് 480 രൂപയിൽ എത്ര 1 രൂപ നാണയം ഉണ്ട് എന്നാണ് ചോദിച്ചത്. അതുകൊണ്ട് ഇവിടെ 480 കൊണ്ട് ഗുണിച്ചാൽ മതി. ഓക്കെ, നമുക്കറിയാം 16ന്റെ ഗുണിതമാണ് 48. 480 എന്ന് പറഞ്ഞാൽ 48 ഗുണിക്കണം 10 ആണ് അല്ലേ? അപ്പോൾ നമുക്ക് ഈ 16ഉം 48ഉം വെട്ടാം. ഇവിടെ 48 പറഞ്ഞാൽ 48 ഗുണിക്കണം 10. ഇവിടെ 48 വെട്ടിയാൽ ഇവിടെ ഒരു 10 ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ 16ന്റെ ഗുണിതമാണ് 48 അല്ലെ? 16ന്റെ 3 ഇരട്ടിയാണ് 48. 16 3ഉം ഗുണിക്കുമ്പോഴാണ് 48 കിട്ടുന്നത്. ആ 3 വലിയ സംഖ്യയുടെ സ്ഥാനത്ത് എഴുതും. അപ്പോൾ ആൻസർ 1 ഗുണിക്കണം, ഇത് 30 എന്ന് വായിക്കും. ഓക്കെ, 1 ഗുണിക്കണം 30 എണ്ണം. ആൻസർ എന്ന് പറയുന്നത് 30 എണ്ണം എന്ന് കിട്ടി. ഓക്കെ.